ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പറ എന്ന് പറയുന്നത് വൈറ്റ് ഫീൽഡിലാണ്. വൈറ്റ് ഫീൽഡ് ഇതാ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ട്, വൈറ്റ് ഫീൽഡിൽ ചെറിയൊരു പ്രൈസിന് എവിടെയാണ് നോമ്പ് തുറക്കാൻ സൗകര്യം എന്നുള്ളത്. ഇതാ ഞാനിപ്പോൾ ഉള്ളത് ഹബൂസ് ഹോട്ടലിലാണ്. ഇവിടെ ഇതാ ഇങ്ങനെ ഒരു ബോക്സ്, പിന്നെ നല്ലൊരു ജ്യൂസ്, അതേപോലെ തന്നെ നല്ല ബിരിയാണി, കടി എല്ലാം കൂടി. അപ്പോൾ നിങ്ങൾ കടിയും ജ്യൂസും ഒരു സ്നാക്സ് എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് വെറും 109 റുപ്പീസേ ഉള്ളൂ. ഒരു നോമ്പ് തുറക്കുന്ന ഒരാൾക്ക് 150 റുപ്യക്ക് സുഖമായിട്ട് നോമ്പ് തുറക്കുക. ഇനി അത് ലൈറ്റ് കൂടെ നല്ലൊരു ബിരിയാണിയും കൂടി വേണമെന്നുണ്ടെങ്കിൽ 199 വരുന്നുള്ളൂ. ഞാൻ ആദ്യം നോമ്പ് തുറന്നാട്ടെ. അപ്പം ഇപ്പോൾ ഇതാ നമുക്കിവിടെ ബാംഗ്ലൂരിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ലൊരു ഫ്രൂട്ട് ബോൾ മതി. ഫ്രൂട്ട് ബോൾ വിത്ത് ഫ്രൂട്ട് ബോളും സംഭവങ്ങളും. അപ്പം വൈറ്റ് ഫീൽഡിലുള്ള ആൾക്കാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് ഇല്ല വൈറ്റ് ഫീൽഡിൽ നോമ്പ് തുറക്കാനുള്ള. കൂടുതൽ പേരും വീക്കെൻഡ്സിലൊക്കെ ഈ ഫ്രേസർ ടൗൺ അതേപോലെ തന്നെ കോർമംഗളയിലേക്കാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി പിടിക്കാം. ഈ ഹലീം തരും. ഇപ്പോൾ ഇവിടെ നല്ല ഹലീമുണ്ട്. ഈ ഹബൂസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. ചായ, സ്നാക്സ്, ഒരു ചെറിയ ഒരു എന്താ പറയുക ബ്രോസ്റ്റഡിൻ്റെ പീടിയ, അതുപോലെ തന്നെ ജ്യൂസിൻ്റെ പീടിയ, ഷവർമൻ്റെ പീടിയ, ഗ്രില്ലിൻ്റെ പീടിയ, പിന്നെ ഇതാ ഇങ്ങനെ ഒരു സംഭവമായിട്ട് ഹലീമും വെച്ചിട്ടുണ്ട്. നമുക്ക് ബാംഗ്ലൂരിലുള്ള ആളുകൾ, ഇപ്പോൾ മലയാളീസ് തന്നെ പ്രത്യേകിച്ചും ഈ നോമ്പാവുന്ന സമയത്ത് ഹലീം കഴിക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വൈറ്റ് ഫീൽഡ് ഐ ടി പി എൽ ബാക്ക് ഗേറ്റിൻ്റെ അടുത്താണ് ഈ അബൂസ് കഫേ ഉള്ളത്. പിന്നെ വൈദ്യ കോളേജ്, ഒരുപാട് കോളേജ് ഇതിൻ്റെ അടുത്തുണ്ട്. മട്ടൺ സൂപ്പിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിക്കും. ആഹാ, നല്ല നെയ്യൊക്കെ ഇട്ട്. അപ്പോൾ എനിക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ഒരു ഫ്രൂട്ട് ബോളും 2 കടിയും ഒരു ജ്യൂസ് തന്നെ കിട്ടിയാൽ നല്ല സുഖമാണ്. 150 റുപ്യ ആയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ ഞാനൊരു ബിരിയാണിയും കൂടി വാങ്ങി 199 റുപ്യ ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ എന്താ പറയുക, ഒരു നോമ്പ് തുറ എന്ന് പറയുമ്പോൾ ഇതാണ് ഹലീം, മട്ടൺ ഹലീം. വാവ്, നല്ല സ്മൂത്തായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടുള്ള ഹലീം, നല്ല നെയ്യും. നമ്മളെ വൈറ്റ് ഫീൽഡ്, ബ്രൂക്ക് ഫീൽഡ്, വൈദ്യ കോളേജ്, അതേപോലെ തന്നെ ITPL ഇതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അബൂസ് കഫേ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓപ്ഷനാണ്. നല്ല ക്രൗഡുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ നോമ്പറ വൈറ്റ് ഫീൽഡിലാണ്. ഇന്നലെ എൻ്റെ നോമ്പറ കോർമംഗളയിന്. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, അതിൻ്റെ വീഡിയോ നാളെ ഇടാം. അപ്പോൾ എന്തായാലും നമ്മൾ വെറൈറ്റി ഐറ്റംസ് ഉള്ള ഒരു കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാൻ പറ്റി. പ്രത്യേകിച്ചും വൈറ്റ് ഫീൽഡിൽ കുറേ മലയാളികളുണ്ട്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഒരുപാട് ഫുഡ് സ്പോട്ട് ഇല്ല. ഉള്ള ഫുഡ് സ്പോട്ടൊക്കെ നിങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. അതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നല്ല ക്രൗഡുള്ള, വന്ന് കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്തിരുന്ന് ഫുഡ് കഴിച്ച് അടിച്ചു പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെ. ഇപ്പോൾ നോമ്പ് തുറന്നു. നമ്മൾ നോമ്പ് തുറന്ന് മഗ്‌രിബിന് ശേഷം നല്ലൊരു ബിരിയാണി കൂടി ഉണ്ട് അടിച്ചു. ഞാൻ ഫ്രൈ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഇവരുടെ അടുത്ത് ഒരുപാട് വെറൈറ്റി ബിരിയാണികളുണ്ട്. മന്തി ഉണ്ട്, റൈസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പം എന്താ പറയുക, വൈറ്റ് ഫീൽഡിൽ നിങ്ങളൊരു പാർട്ടി ഹാള് നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ജ്യൂസ് കുടിക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ ഷവർമ കഴിക്കാൻ ഇറങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങണം, എല്ലാത്തിനുള്ള ഓപ്ഷനും അബൂസ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ഇവൻറ്റ് ഹാള്, പിന്നെ റൂംസ്. അപ്പോൾ വൈറ്റ് ഫീൽഡിൽ സ്റ്റേ നോക്കുന്നുണ്ടെങ്കിലും അതിനും നല്ലൊരു ഓപ്ഷൻ ഈ അബൂസ് മൾട്ടി ക്യൂസിൻ ഉണ്ട്.